ഛേ, എവിടാടാ? ഒരു 5 മിനിറ്റ് കൂടി നിൽക്കണം, അയാളിപ്പോ വരും. ഇനി കാത്തിരിപ്പൊന്നുമില്ല. നീ ആളൊന്ന് വിളിച്ചു ചോദിച്ചേ, എവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ട് മതി ഇനി കാത്തു നിൽക്കുന്നത്. ആ റോക്കി സാർ, ഞങ്ങളിവിടെ എത്തി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി സാർ. എന്താ പറഞ്ഞേ? ഇന്ന് വരുമോ? എടാ റോക്കി സാറ് ബ്ലോക്കില, ഒരു 10 മിനിറ്റിൽ എത്തുന്നാ പറഞ്ഞേ. ഇവിടെ എത്തിയതിന് ശേഷം കുറേ ആയി, 5-10 മിനിറ്റ്. ഇനി ഒരു 10 മിനിറ്റ് കൂടി കാക്കും, അത്രേ ഉള്ളൂ. ദേ സാറ് എത്തിയോ? സാറേ. ആനന്ദേ, ഇതേതാ ഈ സാർ? ഇതാ കൊളുത്തൂരൻ സാർ. നമസ്കാരം സാർ. നീ എന്താ ഇവിടെ? ഒരാളെ കാണാൻ ഇറങ്ങിയതാ സാർ. ഓ ശരി. അല്ല, കഴിഞ്ഞ ദിവസം എന്താ നീ ക്ലാസ്സിൽ വരായിരുന്നത്? അത് നല്ല പനിയായിരുന്നു. ആനന്ദ്, തന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ക്ലാസ് കട്ട് ചെയ്യരുതെന്ന്, ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? അല്ല സാർ, പനിയായിരുന്നു, അതുകൊണ്ടാ വരാൻ ഞാൻ. കഴിഞ്ഞ ദിവസം എന്റെ നല്ലൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. നീ അത് മിസ് ചെയ്തല്ലോ മോനെ. അയ്യോ, എന്തിനെ കുറിച്ചായിരുന്നു സാർ? ഇതാരാ? ആഹാ, നല്ല കിടിലൻ ടോപ്പിക്. ആരാണ് ഈ ഞാൻ എന്നൊക്കെ പറയുന്ന പോലെ ഇതാരാ? കൊള്ളാം. എന്താ സാർ അതിന്റെ ഉള്ളടക്കം? അതല്ല ഞാൻ ചോദിച്ചത്, ഇതാരാന്നാ ചോദിച്ചത്. ഇത് ടോണി. എന്താ ഏണിയോ? ഏണിയല്ല, ടോണി. എന്റെ പേരാ. രണ്ടും ഒന്ന് തന്നെയാ. ഇതാ ടോണി, ഇതാണ് എന്റെ ഗുരു, ബഹുമാനപ്പെട്ട കൊളുത്തൂരാൻ സാർ. ടോണിക്ക് നമസ്കാരം. ഇയാളെന്താടാ ഇങ്ങനെ? കേട്ടോ ആനന്ദ്, കഴിഞ്ഞ ദിവസം എന്റെ സ്പീച്ച് ഈ പൊട്ടനായി അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചായിരുന്നു. അപ്പൊ കുഴപ്പമില്ല സാർ, സ്വന്തം ക്യാരക്ടറിനെ കുറിച്ച് ഇവൻ തികച്ചും ബോധവാനാ. അതെ, എന്നാലും എന്റെ അത്രയും പൊട്ടനായിരിക്കില്ലല്ലോ. അല്ല, ഞാൻ അവതരിപ്പിക്കുന്ന പൊട്ടന്റെ അത്രയും വരില്ലല്ലോ. അത്രയും വരത്തില്ല. എന്നാ കേട്ടോ, പൊട്ടന്മാരെ പ്രധാനമായിട്ടും 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് പൊട്ടൻ, പിന്നെ ചെമ്പൊട്ടൻ, പിന്നെ എട്ടരപ്പൊട്ടൻ, പിന്നെ പച്ചരിപ്പൊട്ടൻ. ഏത്? അപ്പൊ ഈ പട്ടരിൽ പൊട്ടനോ? അത് പട്ടരോട് ചോദിക്കണം. അങ്ങനെ ഒരു പൊട്ടനൊന്നും ഇല്ലെന്നേ. അതേതോ പൊട്ടന്മാരെ വെറുതെ പറഞ്ഞു നടക്കണ. ശരി. പിന്നെ സ്പീച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേരെ മുഴുവൻ വിളിച്ച് പൊട്ടന്റെ ക്യാരക്ടർ ഒന്ന് ചെയ്യിച്ചു. ഓ എന്ത് പറയാനാ, പൊട്ടന്മാരെന്നെല്ലാം പറഞ്ഞാല് മുഴുവൻ പൊട്ടന്മാരും പൊട്ടം കളിച്ച് നാശിപ്പിച്ച്. ആരാ സാർ ഏറ്റവും നല്ല പൊട്ടനായത്? പിള്ളേരില് വിനോദമായിരുന്നു. പക്ഷെ നീ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കത് കിട്ടിയാനോ? അത് കറക്റ്റ്. ഇവനെക്കാളും വലിയ പൊട്ടൻ വേറെ ആരാ? ഇനി അങ്ങനെ ഒരെണ്ണം ഉണ്ടാവണമെങ്കിൽ വേറെ ഹൈടെക് പൊട്ടൻ ഇനി ജനിക്കണം. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എത്രത്തോളം അറിയാമെന്നൊന്ന് വിലയിരുത്താൻ വേണ്ടി ചോദിക്കുക. അന്നത്തെ മത്സരത്തിൽ ഞാൻ കൂടി ഒന്ന് പങ്കെടുത്തിരുന്നെങ്കിലോ? സംശയമുണ്ടോ? സാറ് തന്നെ ആയിരിക്കും ആ മത്സരത്തിലെ ഏറ്റവും വലിയ പൊട്ടൻ. സാറിനേക്കാൾ വലിയ പൊട്ടൻ ആരാ? പിന്നല്ലാതെ സാറാണ് ബെസ്റ്റ് പൊട്ടൻ. സാറാണ് യഥാർത്ഥ പച്ചരി പൊട്ടൻ. താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട്. നിങ്ങളെല്ലാം മനസ്സിലാക്കി കളഞ്ഞിരിക്കുന്നു. ഓക്കെ ഓക്കെ. സാജനോ, എവിടെയാടോ താൻ? തന്നിപ്പോ ആ വഴിക്കൊന്നും കാണാറില്ലല്ലോ. എന്താ റോയിച്ച ചെയ്യാ? അറിയില്ലേ റോയിച്ചിന് കാര്യങ്ങളൊക്കെ? സാജൻ അറിയില്ല അവളുടെ ക്യാരക്ടർ. കുറച്ച് ദേഷ്യം ഉണ്ടെന്നുള്ളൂ, പക്ഷെ പാവം അവള്. എല്ലാം എനിക്കറിയാം റോയിച്ച, പക്ഷെ അവളെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചാ എൻ്റെ വിഷമം. റോയിച്ചിനറിയോ, ഇപ്പോഴും മമ്മി 2 ദിവസം കൂടുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്, ഗീതു ആൻറ്റിയും. നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറ്റി അവളെയും കെട്ടി എത്രയും പെട്ടെന്നൊന്ന് സെറ്റിൽ ആവാൻ നോക്ക് സാജൻ. നിങ്ങളിപ്പോ കുട്ടികളല്ല, അത് മറക്കരുത്. അവളുടെ കുട്ടിക്കളിയൊന്നും മാറ്റണ്ടേ റോയിച്ച? സാജനും മോശമല്ല, അവളും മോശം. അതുപോട്ടെ. റോയിച്ചൻ എങ്ങോട്ടാ ഇപ്പൊ? 1-2 അത്യാവശ്യങ്ങളായിട്ട് ഇറങ്ങിയതാ. പിന്നെ അന്ന് ആ പാറുവിന്റെ ദുബായ് ട്രിപ്പിന് ശേഷം അവൾ ആ ജിമ്മിലെ ജോബ് റിസൈൻ ചെയ്തായിരുന്നല്ലോ. അതിനുശേഷം അവള് വിങ്സ് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് കാർഡ്സിന്റെ കമ്പനിയിൽ ഇന്നാള് ഇന്റർവ്യൂവിന് പോയിരുന്നു. വിങ്സ് എനിക്കറിയാം, എന്റെ ഫ്രണ്ട് അതിന്റെ MD. അവളവിടെ ഇന്റർവ്യൂവിന് പോയിരുന്നോ? അവള് പോയിരുന്നു. പക്ഷേ ഞങ്ങളുടെ പഴയ ഫ്ലാറ്റിന്റെ അസോസിയേഷൻ സെക്രട്ടറി ദേവേട്ടനില്ലേ, ഞരമ്പ് രോഗി അയാള്. അയാളാണ് അവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞ് അവൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല. എന്നിട്ട്? അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനുമായി ഈ കാര്യം സംസാരിക്കാൻ പോകും വഴിയാ സാജനെ കണ്ടത്. അവൾക്ക് എങ്ങനെയാ ഈ ജോലി ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് പറഞ്ഞത്. എന്നാ ഇക്കാര്യം സംസാരിക്കാൻ റോയിച്ചൻ വിങ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എനിക്ക് വിട്ടേക്ക് റോയിച്ച. ഇനി ആ മാനേജറെ എവിടെ നിന്ന് പിരിച്ചു വിട്ടിട്ടാണെങ്കിലും ശരി, ഈ ജോലി ഞാൻ റെഡിയാക്കിയിരിക്കും. അയ്യോ, അതൊന്നും വേണ്ട. അവൾക്ക് അവിടെ ജോലി കിട്ടിയാ മതി. ഓക്കെ, പിന്നെ ഇതെനിക്കൊരു അവസരം കൂടിയാണല്ലോ റോയിച്ച. എങ്ങനെ?